അവൻ പാരഡി ആണെങ്കിൽ ഞാൻ സ്മോൾ അടിയാണ്. കേൾക്കണ്ടല്ല, അത് ഇവിടെ അവനെ കടത്തി വിടും. ഒരു നല്ല ട്രാക്കാക്കി വന്നാണ് അത്. രോഗം പിടിച്ച കമ്പൗണ്ടർ, കഴിമുട്ടി പോലൊരു ഡോക്ടർ. എടാ കാശിമൊക്കെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഇട്ടേക്കണം എന്താണെന്നറിയാമോ? എനിക്ക് വാഴാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്റെ നേഴ്സിന് എന്റെ കമ്പൗണ്ടർ എന്നെ കുറ്റം പറയാൻ വേണ്ടിയാണ് കരിമാടിക്കുട്ട നീ ഇവിടെ വന്നത്. രോഗങ്ങളാണ് ധൈര്യല്ല എന്നെന്നും വായുവിന്റെ കോപങ്ങളാ. രോഗങ്ങൾ വന്നാ പറ നീയൊക്കെ രോഗം വന്ന് ചാകണം. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ രോഗം? എന്താണ്? തോട്ടിലെ മീനിന്റെ മുള്ളു കുത്തിക്കേറിയാകപ്പഴുത്തന്റെ തൊണ്ടാ. സ്ഥിരമായി സാധകം ചെയ്യുന്നതൊണ്ടാ, പാടിത്തഴമ്പുള്ളതൊണ്ടാ. സ്ഥിരമായി സാധകം ചെയ്യുന്നതൊണ്ടാ, പാടിത്തഴമ്പുള്ളതൊണ്ടാ. എന്താ നിന്റെ രോഗത്തിന്റെ പേരെന്താന്ന് പറഞ്ഞത്? തൊണ്ട. തൊണ്ട. ഓ, സാധകം ചെയ്യാനാണ്. നീ ഗായകനാണ്. നീ പാട്ട് പാടുമ്പോ പുറത്തിറങ്ങിക്കണോ അല്ലാതെ നാട്ടുകാരെ എന്നെ തല്ലിക്കൊല്ലെന്ന് വിചാരിക്കുമല്ലേടാ. അതൊക്കെ പോട്ടെ, നീ വായൊന്ന് വിളിച്ചേ. ബാബൂട്ര ആയു ഉമ്മും നിന്നെ ശരിയാക്കി തരാം. കേൾക്കണ്ടല്ല, ഇത്രയുള്ള പ്രശ്നം നിന്റെ പേരും അഡ്രസ്സും മേൽവിലാസം എഴുതിയിട്ട് ഒരു ചീട്ടെടുത്ത് പോയിക്കോളൂ. എന്താ നിന്റെ പേര്? ഒരു വിറ്റച്ചട്ടിയുമായി മെയിൻ റോഡിൻ സൈഡിലിരിക്കും സക്കറിയ. അതിരാവിലെ ചട്ടിയെടുക്കും, ഈ സിറ്റിയിൽ ഒത്തിരി ചുറ്റും പരമാവധി പിച്ചയെടുക്കും സക്കറിയ. സക്കറിയ സക്കറിയ പിച്ചക്കാരൻ സക്കറിയ. ഞാനൊക്കെ നിനക്ക് പിച്ച തന്നിട്ടുള്ളതാണ്, അതൊക്കെ നീ മറന്ന്. അതൊക്കെ ശരി. അപ്പൊ ആ പിച്ചക്കാര് സക്കറിയ വയസ്സായില്ലാടാ ഇപ്പൊ നിനക്ക്? വയസ്സ് കാല രോഗം ഇതിന് ചികിത്സ കാണുമോ? അതോ കാഞ്ഞു പോകുമോ വയസ്സുകാലം? വെറുതെ കാഞ്ഞു പോകില്ല, കാര കാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കേൾക്കണ്ടല്ല, തൽക്കാലം ഇപ്പോൾ എടുക്കാതിരിക്കുന്ന പടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കണേ. ഇഞ്ചക്ഷൻ നൽകരുതേ ദയവായി, ഇഞ്ചക്ഷൻ നൽകരുതേ. പല പല രോഗിയെ കുത്താനുള്ളത് ഒറ്റ സിറിഞ്ചല്ലേ. ഇവിടുത്തെ സിറിഞ്ചിന്റെ കുത്തക കൊണ്ടാൽ വന്നതേ ഇച്ചല്ലേ. പല പല രോഗിയെ കുത്താനുള്ളത് ഒറ്റ സിറിഞ്ചല്ലേ. ഇവിടുത്തെ സിറിഞ്ചിന്റെ കുത്തക കൊണ്ടാൽ വന്നതേ ഇച്ചല്ലേ. ഇഞ്ചക്ഷൻ നൽകരുതേ. ഞാനേ നിന്നെ എന്താ ചെയ്യേണ്ട? എന്താണ് ഞാൻ? എടാ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണുന്ന സീസാണ് നിനക്ക്. അറിയാലോ എന്റെ സ്വഭാവം. എന്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് എന്റെ ആൾക്കാരെ നിനക്ക് അപ്പൊ ഇൻസൾട്ട് ചെയ്യാനാണ് നിന്നെ അവിടെ ഇരുത്തിയത്. ആ ഇഞ്ചക്ഷൻ ആയിട്ട് പീരങ്കിയായിട്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ മർമ്മത്ത് നോക്കിയിട്ട് നർമ്മ പറയാവുന്നവനാണ്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തവനി. ഇവരൊന്നും വെച്ച് ഉറപ്പിച്ചിട്ട് കാര്യമില്ല. ഇളകാതെ നിക്ക്. ഒക്കെ 3 കുട്ടികളുള്ള പെണ്ണാണത്. കേൾക്കണ്ടല്ല, നീ ഉദ്ദേശിക്കുന്ന പോലെ കോൺവെന്റ് പഠിക്കണത് അസൻ കോളേജിൽ പഠിക്കണ പെൺകുട്ടിയല്ല അത്. ആ സൂചി അവിടെ ഇരിക്കട്ടെ. ഒരു വട്ടം കൂടിയാഴേസിന്റെ കൈ കൊണ്ട് ഇഞ്ചക്ഷൻ കൊള്ളുവാൻ മോഹം. ഇഞ്ചക്ഷൻ ചെയ്തൊര സ്ഥാനത്ത് നേഴ്സൊന്ന് തിരുമി തന്നിടുവാൻ മോഹം. മെല്ലെ തടവി തന്നിടുവാൻ മോഹം. എന്റെ ഹോസ്പിറ്റലിൽ കയറി നിനക്ക് ഞാനൊരു സഹായം ചെയ്തു തന്നപ്പോ എന്റെ നേഴ്സിനെ കണ്ടപ്പോ നിനക്കൊരു പൂതി ഇല്ലേ? ഇതെന്ന് മനസ്സിലായി. നക്ഷത്രമെൻ കണ്ണിൽ തിളങ്ങി, തലക്കുള്ളിൽ മന്നിപ്പ് തുടങ്ങി. നക്ഷത്രമെൻ കണ്ണിൽ തിളങ്ങി, തലക്കുള്ളിൽ മന്നിപ്പ് തുടങ്ങി. ഒരു അല്പമെങ്കിലും ബുദ്ധി ഉണ്ടാകുന്ന ഇങ്ങനെ മന്ന ബുദ്ധി എന്തെങ്കിലും വിളിക്കാം. ഇവനൊക്കെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല എന്റെ അടുത്തേക്ക് വന്നത്. ആ ഇഞ്ചക്ഷനും പാഴായി, സമയം വന്നത് ട്രാക്കും കളഞ്ഞു.